ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതു മുതൽ രാജ്യാന്തര വിഷയങ്ങളിൽ കർശന നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പരിഹാരം കാണുകയെന്നത്. ട്രംപ് വിഷയത്തിൽ പലവട്ടം ഇടപെട്ടിട്ടും അമ്പിനും വില്ലിനും അടുക്കാതിരുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒടുവിൽ പത്തി താഴ്ത്തിയിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ട്രംപിന്റെ കർക്കശ നിലപാടാണ് ചർച്ചയ്ക്കൊരുങ്ങാൻ റഷ്യയെ നിർബന്ധിതരാക്കിയത്. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയുടെ മേലുള്ള ഉപരോധം കടുപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. റഷ്യയെ വേദനിപ്പിക്കാൻ ഉദ്ദേശ്യമില്ലെന്ന് പറഞ്ഞ ട്രംപ് പരിഹാസ്യമായ യുദ്ധം ഉടനടി നിർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഉപരോധത്തിന് പുറമെ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയും തീരുവയും ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിന് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചത്. പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചയ്ക്ക് പുടിൻ തയ്യാറാണെന്ന് പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. മാത്രമല്ല, ട്രംപ് മികച്ച ഭരണാധികാരിയാണെന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പുടിൻ ട്രംപിനെ പ്രശംസിക്കുകയുമുണ്ടായി. യുദ്ധം നീണ്ടുപോകുന്നത് രാജ്യത്തുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും പുടിനെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കിയെന്ന് വേണം കരുതാൻ. സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിനായി പുടിനെ തനിക്ക് ഉടൻ കാണണമെന്ന് ട്രംപ് ലോക സാമ്പത്തിക ഫോറത്തെ അറിയിച്ചു. ട്രംപിന്റെ നീക്കത്തെ യുക്രൈനും സ്വാഗതം ചെയ്യുന്നുവെന്ന്, യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും യുക്രൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, 2022 റഷ്യ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നെങ്കിൽ അന്ന് മേഖലയിൽ സംഘർഷം ഉണ്ടാകുമായിരുന്നില്ലെന്നും പുടിൻ പറഞ്ഞിരുന്നു. പുടിനുമായി വൈകാതെ തന്നെ ചർച്ച നടത്താൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുടിന്റെ പ്രതികരണം. യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാനായി ഞങ്ങൾ എപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇക്കാര്യം മുമ്പും വ്യക്തമാക്കിയിരുന്നു. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചിരുന്നെങ്കിൽ 2022 തുടങ്ങിയ യുക്രൈൻ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. ട്രംപ് പ്രായോഗികമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ജോ ബൈഡനെ തോൽപ്പിച്ച് ട്രംപ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നും പുടിൻ പറയുകയുണ്ടായി. സ്ഥാനാരോഹണ ചടങ്ങിനിടെ റഷ്യ യുക്രൈനിലെ ആക്രമണം നിർത്താൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ റഷ്യ യുക്രൈൻ പ്രതിസന്ധി അധികാരത്തിലേറി 24 മണിക്കൂറിനകം പരിഹരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ആദ്യ അവകാശവാദം. പിന്നീട് അത് 6 മാസമെന്ന നിലയിൽ മാറ്റം വരുത്തിയിരുന്നു. എന്നാൽ എപ്പോഴായിരിക്കും ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ചയെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല.